പാഠം 694. കുറുക്ക് വഴികളിലൂടെ ഒരു യാത്ര. ഹലോ. വിദ്യ, എന്താ രാവിലെ? ഇല്ല, ഞാൻ വരില്ല. 3 ദിവസത്തേക്ക് ലീവെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഒന്നും പറയണ്ട വിദ്യ. എന്തോ ആഫീസ് കാര്യത്തിന് മോഹനയുടെ നാളെ തിരുവനന്തപുരം പോവാ. 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അതുവരെ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്കിരിക്കുക? എന്നെ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് മോഹനയുടെ കേൾക്കുന്നേ ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒരൊറ്റ ദിവസം പോലും മോഹനേട്ടനെ പിരിഞ്ഞിരുന്നിട്ടില്ല. എനിക്കാകെ ഭ്രാന്ത് പിടിക്കും. അതേന്നേ. പക്ഷെ നീ നോക്കിയോ, എങ്ങനെയെങ്കിലും കാല് പിടിച്ചിട്ടായാലും ഞാൻ മോഹനേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കും. എന്നിട്ട് നാളെ മോഹനേട്ടനോട് പോവുകയും ചെയ്യും. അതാ 3 ദിവസത്തെ ലീവ്. ഞാൻ പിന്നെ വിളിക്കാം. മോഹനേട്ടൻ ആഫീസിൽ പോകുന്നതിന് മുന്നേ ഞാൻ ഒന്നും കൂടി ഒന്ന് സോപ്പിട്ട് നോക്കട്ടെ. വേറെ വഴിയില്ലല്ലോ. ശരി. പത്രത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷം? പത്രത്തിൽ വിശേഷങ്ങളല്ല, വാർത്തകളും പരസ്യങ്ങളുമാണെന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. പത്രത്തിൽ എന്തൊക്കെയാ വാർത്തകൾ? ഞാനൊരു 10 മിനിറ്റുള്ളിൽ ഈ പത്രം വായിച്ചു തരും. അത് കഴിഞ്ഞാൽ നിനക്ക് വായിക്കാം. വാർത്തകൾ എന്തൊക്കെയാണെന്ന് അപ്പോഴറിയാം. ഈ മോഹനേട്ടൻ എന്തോ ഒരു സ്നേഹമില്ലോണ്ട് ഇങ്ങനെ സംസാരിക്കണേ. മോഹനേട്ടൻ എല്ലാ കാര്യങ്ങളും എത്ര കൃത്യമായിട്ടാ ഞാൻ ചെയ്തു തരണേ. എന്റെ ഒരു കാര്യം മാത്രം പക്ഷെ മോഹനേട്ടൻ കേൾക്കില്ല. ഇപ്പൊ തന്നെ പ്രശ്നം എന്താ? ഈ പത്രമാണോ അതോ ഞാൻ വായിച്ച എന്തൊക്കെയാണെന്ന് നിന്നോട് പറയണോ? അതൊന്നും അല്ല എന്റെ പ്രശ്നം. അതാണല്ലോ നീ ഇപ്പൊ ചോദിച്ചത്. പത്രത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷമെന്ന്. അത് ഞാൻ വെറുതെ ഒരു കുശലം ചോദിച്ചതാ. എന്റെ ശരിക്കുള്ള പ്രശ്നം അതല്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? അതെന്താന്ന് മോഹനേട്ടൻ അറിഞ്ഞൂടെ? ഇല്ല. നാളെ തിരുവനന്തപുരത്തിന് മുമ്പ് എന്നെ കൂടെ കൊണ്ടുപോവോ? ഞാൻ നാളെ തിരുവനന്തപുരത്ത് പോകുന്നത് എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാ. അത് നിന്നെ എങ്ങനെ കൊണ്ടുപോകും ഭാമേ? ഞാനോട് ഒറ്റയ്ക്കായി പോവില്ലേ? ഭാമേ, ഈ കാര്യം പറഞ്ഞ് നീ എന്തിനാണ് സമയം കളയുന്നത്? നാളെ ഞാൻ പോകുന്നത് ഒറ്റയ്ക്കാണ്. അല്ലെങ്കിൽ തന്നെ 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് നീ കൂടെ വരേണ്ട കാര്യം എന്താണ്? മോഹനേട്ടാ പ്ലീസ്. ഭാമേ, നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ കൂടെ കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. ഇനിയും ഇക്കാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താനാണ് നിന്റെ പരിപാടിയെങ്കിൽ അത് വെറുതെയാ. ഉറപ്പാണോ? 100%. ദുഷ്ടൻ. മോഹനേട്ടന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഇനി മോഹനേട്ടനോട് മിണ്ടാനും പറഞ്ഞ. ഹലോ, എന്താ കാര്യം? ബിരിയാണിയോ? ഇപ്പൊ എന്താ ബിരിയാണി തിന്നാനൊരാഗ്രഹം? എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. 4 ബിരിയാണി വാങ്ങണമെങ്കിൽ രൂപ എത്രയാവും? നീ ഫോൺ വയ്ക്ക്, എനിക്കിവിടെ ജോലിയുണ്ട്. എന്താണ് ബിരിയാണിയുടെ കാര്യമൊക്കെ? കെട്ടിയോളാ സാർ, അവക്കും കുട്ടികൾക്കും ബിരിയാണി വേണമെന്ന്. വൈകിട്ട് ചെല്ലുമ്പോൾ വാങ്ങിക്കൊണ്ട് ചെല്ലണമെന്ന്. ബിരിയാണി ഞാൻ വാങ്ങിച്ചോണ്ട് പോകും. പക്ഷെ അതിപ്പോഴേ പറഞ്ഞാൽ ശരിയാകില്ല. എൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്ന് കരുതും. ബിരിയാണി കിട്ടില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ ഞാനത് വാങ്ങിച്ചോണ്ട് വന്നാൽ അവർക്ക് വലിയ സന്തോഷമാവില്ലേ? എന്തോ എനിക്കറിയില്ല. അതാ സാറേ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം. ഒരു കാര്യം അവർ പറയുന്ന പാടെ നമ്മൾ സമ്മതിക്കരുത്. ഇപ്പൊ സാറ് തിരുവനന്തപുരത്ത് പോകുമ്പോ വക്കീലിനെ കൊണ്ടുപോകുന്നുണ്ടോ? ഉണ്ടല്ലോ. അത് വക്കീലോട് പറഞ്ഞോ? ഇല്ല. പറയരുത്. എന്നെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്നങ്ങ് പറഞ്ഞേക്കണം. അപ്പൊ വക്കീലിന് പ്രയാസമാവും. അവസാനം പോകുന്നതിന്റെ തലേ ദിവസം രാത്രി കൊണ്ടുപോകാം എന്ന് പറയണം. അപ്പൊ വക്കീല് ഭയങ്കര സന്തോഷാവും. അതെ സാർ, വീട്ടിലെ പെണ്ണുങ്ങളുടെ മുന്നിൽ ഒരു വില ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഈ ബുദ്ധി സാറൊന്ന് പ്രയോഗിച്ചു നോക്ക്. ആദ്യം തിരുവനന്തപുരത്ത് കൊണ്ടുപോകാം എന്ന് പറയരുത്. അവസാന നിമിഷമേ സമ്മതിച്ചിട്ട് നടപ്പാക്കണം. നിന്നെ ഞാൻ കൊണ്ടുപോകും. പക്ഷേ നിന്നെ കൊണ്ടുപോകുന്ന കാര്യം
ഇന്ന് രാത്രി വരെ നീ അറിയാൻ പോകുന്നില്ല. ശിശുപാലന്റെ ബുദ്ധി എങ്ങനെയുണ്ടോ നോക്കട്ടെ. ആഹാ, നീ ഇതൊരു തേച്ച് കഴിഞ്ഞില്ലേ ഭാമേ? എനിക്ക് പോകാൻ സമയമായി. മണി 9 ആയുള്ളൂ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ എനിക്ക് കൃത്യം 9:45 ആഫീസിലെത്തണം. അത് കഴിഞ്ഞ് 10:30 ആകുമ്പോൾ താലൂക്ക് ഓഫീസിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നേരത്തെ പോകണമെന്ന്. നാളെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ചില കടലാസുകൾ താലൂക്ക് ഓഫീസിലുണ്ട്. തഹസിൽദാരെ കണ്ട് അത് വാങ്ങണം. എന്നെ കൂടെ കൊണ്ടുപോവോ? അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ പറയല്ലേ മോനേട്ടാ. മോഹനേട്ടന്റെ ഷർട്ടും മുണ്ടൊക്കെ തെച്ചുതരാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ മോഹനേട്ടന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ശരിയാവുള്ളൂ. ഒരു കാര്യം തനിയെ ചെയ്ത് മോഹനേട്ടന് ശീലമില്ലല്ലോ. അത് ഒരു വളരെ മോശപ്പെട്ട ശീലമാണെന്ന് പറഞ്ഞ് നീ എന്നെ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ടല്ലോ. നാളെയും മറ്റന്നാളും എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. എങ്ങനെയോട് തരണമല്ലോ. മോഹനേട്ടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ടോ? എന്നെ കൊണ്ട് വയ്യാഞ്ഞിട്ടാ. എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോവോ? നീ ഒറ്റക്കല്ലല്ലോ ഇവിടെ. അപ്പുറത്തെ ദാമോദരൻ ചേട്ടന്റെ അമ്മ വൈകിട്ട് 6 മണിയാകുമ്പോ ഇവിടെ വരും. രാവിലെ 7 മണിയായിട്ട് അവർ പോകും. ദാക്ഷായണി അമ്മ ഇവിടെ ഉള്ളിടത്തോളം പിന്നെ പേടിക്കാൻ എന്താ? പേടി ഉണ്ടായിട്ടല്ല, മോഹനേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ ഒരു രസവും ഇല്ല. നീ സാധാരണ പറയുന്നത് അങ്ങനെ അല്ലല്ലോ. ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് നിന്റെ ഒരു കാര്യവും നടക്കുന്നില്ല. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നാണല്ലോ. അതൊക്കെ ഞാൻ ചുമ്മാ പറയുന്നല്ലേ മോനട്ടാ. മോനട്ടാ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോ. നീ അതൊന്നും പറയുന്ന സമയം കളയാതെ എനിക്ക് ഉച്ച കഴിക്കാനുള്ള ചോറെടുത്ത് വെക്ക്. എനിക്ക് പോകാൻ നേരമായി. ഇന്നൊരു ദിവസം കൊണ്ട് എന്തൊക്കെ ജോലിയാണ് തീർക്കാനുള്ളത് നിനക്കറിയാമോ? അപ്പൊ എന്നെ കൊണ്ടുപോകില്ല? ഇല്ല. ഇനി ഒരു കാര്യം പറഞ്ഞ് മോനട്ടെന്റെ പുറകെ വരും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നിന്നെ ഞാൻ കൊണ്ടുപോകും. പക്ഷേ അതിപ്പോഴേ പറഞ്ഞ നീ ഭയങ്കര അഹങ്കാരിയായിപ്പോ. ഇന്നൊരു ദിവസം മുഴുവൻ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേ നിനക്ക് എന്റെ വില മനസ്സിലാവും. ദുഷ്ടൻ. ഇങ്ങനെ മനസാക്ഷിയില്ലാതെ പെരുമാറുന്ന ഈ മനുഷ്യനാണല്ലോ ഞാൻ ഇത്ര സ്നേഹിച്ചത്. എനിക്ക് കിട്ടും അവസരം. ഇനി ഹൈക്കോടതിയിൽ എന്തെങ്കിലും ചെറിയ കേസ് കിട്ടുമ്പോൾ പോലും ഞാൻ വിടാൻ പോകുന്നില്ല. എറണാകുളത്ത് പോയി താമസിച്ച് കേസും കഴിഞ്ഞ് 2 ദിവസം അവിടെ താമസിച്ചിട്ട് വരും. ആഹാ, ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അന്ന് വലിയ അവസരക്ക് മനസ്സിലാവും. എനിക്കറിയാലോ അന്നേരം പഞ്ചാര വർത്താനം പറഞ്ഞ് എന്റെ അടുത്ത് വരുമെന്ന്. ഭാമേ, നീ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോവല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞോണ്ട് അന്ന് എന്ത് മറുപടിയാ പറയാൻ പോകുന്നെന്ന് ഞാൻ കാണിച്ചു തരാം. വാ. വേണ്ട, ഇത് മതി. ചോറെടുത്തോ? ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ശരി, ഞാൻ ഇറങ്ങുന്നു. മോനട്ടാ, പ്ലീസ് നാളെ എന്നെ കൂടെ കൊണ്ടുപോവോ? ഭാമേ, ഇത്രയും നേരം ഞാൻ നിന്നോട് മലയാളത്തിലാണ് സംസാരിച്ചത്. എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ഞാൻ തിരുവനന്തപുരത്തിന് പോകുന്നു. അതിന് നിന്നെ കൊണ്ടുപോയ കാര്യം എന്താണ്? മോഹനയുടെ ജോലിയുടെ സമയത്ത് അതിന് പൊയ്ക്കോ. ബാക്കിയുള്ള സമയത്ത് മോഹനേട്ടൻ എന്റെ അടുത്ത് ഉണ്ടാവുമല്ലോ. 2 ദിവസം മോഹനേട്ടനെ കാണാതെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെക്കാട്ടും നല്ലത് അതല്ലേ മോഹനേട്ടാ? ഭാമേ, ഞാൻ തിരുവനന്തപുരത്ത് പോയി താമസിക്കുന്നത് എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ്. സതീശനെ നീ കണ്ടിട്ട് പോലില്ലല്ലോ. അങ്ങനെ ഒരാളുടെ വീട്ടിൽ ഞാൻ നിന്നെയും കൊണ്ടുപോയാൽ അവനെന്ത് കരുതും? എന്തു കരുതാൻ? സതീഷിന് ഭാര്യയല്ലേ ഇവിടെ താമസിക്കുന്നത്. മോഹനേട്ടന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ നമ്മൾ 2 പേരോട് പോയി താമസിച്ചാൽ എന്തോ കുഴപ്പം? എനിക്ക് 2 ദിവസം താമസിക്കാനുള്ള സൗകര്യം അവർ ഉണ്ടാക്കി തരുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ പരമാവധി ശല്യപ്പെടുത്താതെ നോക്കുക. ഒതുങ്ങി ഒരു മുറിയിൽ കഴിയുക.
അതിന് പകരം നിന്നെയും കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് എന്ന് അവനെന്ത് കരുതും? ഒന്നും തോന്നൂല. കൂട്ടുകാരൻ കുടുംബത്തെ കൂട്ടി കൂട്ടുകാരന്റെ വീട്ടിൽ പോകുന്നില്ല. എന്താ മോനിട്ട കുഴപ്പം? അതൊന്നും ശരിയാവില്ല. 2 ദിവസം നീ ഇവിടെ ഒറ്റ കഴിയുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല. എന്നെ കാണാതിരിക്കാൻ നിനക്ക് വിഷമാണെങ്കിൽ അതേ വിഷമം നിന്നെ കാണാതിരിക്കുമ്പോ എനിക്കും ഉണ്ടാവണമല്ലോ. മോഹൻ എന്നെ കാണണമെന്നില്ലല്ലോ. മനസ്സിൽ സ്നേഹം ഉണ്ടായാലും അങ്ങനെയൊക്കെ തോന്നും. എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് പിരിഞ്ഞിരിക്കാൻ പ്രയാസം, അത്രേ ഉള്ളൂ കാര്യം. നമ്മളിൽ ആർക്ക് ആരോട് സ്നേഹമുണ്ട് എന്ന് തർക്കിക്കാൻ എനിക്ക് നേരമില്ല. എനിക്ക് 9:45 വില്ലേജ് ഓഫീസിലെത്തണം. അവിടുന്ന് 10:30 ഇറങ്ങി 11 മണിയാകുമ്പോ താലൂക്ക് ഓഫീസിലെത്തണം. ഞാൻ ഇറങ്ങുന്നു. ഹലോ, അതെ ഉത്തമനാണ്. ആ കേശവൻകുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ ആ നന്നായി നന്നായി നന്നായി. അയ്യോ, എന്റെ എന്ത് സഹായം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. കരമടച്ച രസീതും കൈവശാവകാശ സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങണം. അത് നമുക്ക് പ്രശ്നമില്ല. ആ മോഹനേട് സാറുണ്ടല്ലോ വില്ലേജ് ഓഫീസിൽ. പിന്നെ ബിൽഡിംഗ് പെർമിറ്റ് പഞ്ചായത്തിൽ നിന്ന്. ആ അതിന് നമുക്ക് ആളുണ്ട്. ഒരു കാര്യം ചെയ്, നീ വൈകുന്നേരം കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലോട്ട് വാ, ഞാൻ ഇവിടെ കാണും. അപ്പൊ നമുക്ക് വിശദമായി സംസാരിക്കാം. ഓക്കെ 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 ഓക്കെ. ആ ദാ വരുത് മോഹനേട് സാറ്. തേടിയ വെള്ളി കാലിച്ചിട്ടി. നമസ്കാരമുണ്ട് സാറേ. സാറിന്ന് നേരത്തെ ആണെന്ന് തോന്നുന്നു. എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഓ പിന്നെ ഉത്തമനെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഒരു അത്യാവശ്യമുണ്ട്. എന്താണ് സാറേ? മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഒരു വകുപ്പ് തല യോഗമുണ്ട്. ഓ ഓ എനിക്ക് എന്തായാലും പോയേ പറ്റും. നാളെ രാവിലെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ആ അതെ, അത് കൊള്ളാം. അപ്പൊ വക്കീല ഞാൻ പറയുന്നത് എന്താ സാർ? തൽക്കാലം ഉത്തമൻ രഹസ്യമായി വെച്ചിരുന്നാ മതി. ഭാമയെ കൊണ്ടുപോകുന്നില്ല, ഇതാണ് രഹസ്യം എന്നാണ് ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത്. ഓ അങ്ങനെ. അവളെയും കൂടെ കൊണ്ടുപോകണം 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 എന്ന് പറഞ്ഞ് എന്റെ പിറകെ നടക്കുക. ഞാൻ സമ്മതിച്ചിട്ടില്ല. അയ്യേ, അത് കഷ്ടമാണ് സാറേ. വക്കീൽ ഒറ്റയ്ക്ക് ഇവിടെ കഴിയാന്ന് പറഞ്ഞ ഇതൊരടവല്ലേ ഉത്തമ. സത്യത്തിൽ ഞാൻ ഭാമയെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അവൾ പറയുമ്പോ തന്നെ നീ പോരെ എന്ന് പറഞ്ഞാൽ അതിനൊരു വില ഉണ്ടാവില്ല. അതുകൊണ്ട് പോകാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്നൊരു ദിവസം മുഴുവൻ അവളെ മുൾമുനയിൽ നിർത്തിയാൽ വൈകുന്നേരം ആകുമ്പോ ഭാമേ നിന്നെ അവിടെ കൊണ്ടുപോവാ എന്ന് പറയുമ്പോ അതിനൊരു വിലയുണ്ടാവും. അതങ്ങനെയല്ലേ സാർ? ആള് കൊള്ളാല്ലോ. വൈകിട്ട് വന്ന് വക്കീലിനെ കൊണ്ടുപോവാന്ന് സാറ് പറയുമ്പോ വക്കീൽ ഞെട്ടിപ്പോവും. ഇതാര് പറഞ്ഞു നീ ബുദ്ധി? ശിശുപാലൻ. ശിശുപാലിന്റെ വീട്ടിൽ ഇത്തരം അടവുകൾ ശിശുപാലൻ സ്ഥിരമായി പ്രയോഗിക്കാറുണ്ട്. അത് കൊള്ളാം. അപ്പൊ നാളെ രാവിലെ സാറും വക്കീലും കൂടെ തിരുവനന്തപുരത്ത് പോകുന്നു. രാവിലെ 10 മണിക്ക് ഞങ്ങൾ ഇറങ്ങും. ഉത്തമൻ ആ സമയത്ത് വീട്ടിലേക്ക് വരണം. താക്കോൽ ഉത്തമനെ ഏൽപ്പിക്കും. പിന്നെ നാളെയും മറ്റന്നാളും വീട് നോക്കുന്ന ഉത്തരവാദിത്തം ഉത്തമനായിരിക്കും. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വീട്ടിലേക്ക് പോയി നോക്കണം. മനസ്സിലായല്ലോ? ഞങ്ങൾ പോകുന്ന കാര്യം വേറെ ആരും അറിയണ്ട. വീട്ടിൽ ആളില്ലെന്നറിഞ്ഞാൽ വല്ല കള്ളന്മാരും കയറിയാലോ? എന്താ? ഞാൻ പറഞ്ഞൊക്കെ പരിപൂർണ രഹസ്യമായിരിക്കണം. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് വീട്ടിലേക്ക് വരും. ഓ ശരി സാറേ. ഓ ശരി. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇതെന്തോന്ന് ഗുളിയേ? രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പോയി നോക്കിയില്ലെങ്കിൽ വീട് അവിടെ ഇറങ്ങി പോവൂ. ഇങ്ങനെ ഒരു കാര്യം. ഒയ്യോ, വർത്താനം പറയുന്നതിന്റെ ഇടയിൽ കേശവൻകുട്ടിയുടെ കാര്യം പറയാൻ മറന്നുപോയി. അത് സാരമല്ല, നാളെ മറ്റന്നാൾ സാറ് സ്ഥലത്തില്ലല്ലോ. തിരുവനന്തപുരമൊക്കെ ഒന്ന് കണ്ട് കറങ്ങി വരട്ടെ, എന്നിട്ട് പറയാം. കാഞ്ഞിര സാറേ, മോഹനേഷ് സാർ നാളെ പോകുന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? എന്താ പ്രഫേ സംശയം? അത്രയും പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് സാറ് പോവാതിരിക്കോ? സാറ് പോകും. ഹോ എന്റെ ഈശ്വര, അപ്പൊ 2-3 ദിവസത്തേക്ക് നമുക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാം. രാവിലെ മുതല് മോഹനേഷ് സാറിന്റെ ചീത്തവിളി കേൾക്കണ്ടല്ലോ. കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാ സാർ ഇത്രയും ദിവസം ഇവിടുന്ന് മാറിയിരിക്കുന്നത്. പ്രൊഫസർ പറഞ്ഞോലെ നമുക്ക് മനസമാധാനത്തോടെ ഇരിക്കാം. ഇനിയിപ്പൊ തിരുവനന്തപുരത്ത് ചെല്ലുമ്പം സാറിന് തോന്നുകയാണെന്ന് ഇരിക്കട്ടെ, എല്ലാ സ്ഥലവും ഒന്ന് ചുറ്റിക്കിറങ്ങി കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു പോരാന്ന്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓണം ബമ്പർ അടിച്ചു എന്ന് കൂട്ടിയാ മതി. ശിശുപാല, അല്ല സാർ, ഞങ്ങൾ വെറുതെ ഒരു തമാശ പറഞ്ഞ് ചിരിച്ചു എന്നേ ഉള്ളൂ, അല്ലേ? ശിശുപാലൻ വരൂ, വരൂ. ശിശുപാലൻ എന്നെ പറ്റി പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. അതിന് ഞാൻ മറുപടി പറയാത്തതെന്നറിയാമോ? ശിശുപാലൻ എനിക്കൊരു ഉപകാരം ചെയ്തുകൊണ്ട് മാത്രമാണ്. ഉപകാരോ? ഇന്നലെ ശിശുപാലൻ പറഞ്ഞ ബുദ്ധി ഞാൻ ഭാമയോട് പ്രയോഗിച്ചു. ഞാൻ കൂടെ കൊണ്ടുപോകില്ല എന്ന് ഓർത്തിരിക്കാം. പക്ഷെ വൈകിട്ട് തിരികെ ചെന്ന് നിന്നോട് കൊണ്ടുപോവാ എന്ന് പറയുമ്പോ അവൾ ഞെട്ടോ. അതെ സാർ, അതെ, ഉറപ്പായിട്ട് ഞെട്ടിയിരിക്കും. അതോടെ അവൾക്ക് എന്നോട് വലിയ സ്നേഹവും ബഹുമാനവും തോന്നും. ആവും. ഈ ബുദ്ധി പറഞ്ഞു തന്നതിന് നന്ദി. ശിശുപാലൻ ചേട്ടാ, എന്താ സംഭവം? പറയുമ്പോ വലിയ കൊമ്പത്തെ വില്ലേജ് ഓഫീസറാ, പക്ഷെ ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നുവെങ്കിൽ ഈ പിയൂണ് തന്നെ വേണം. എന്ത് ബുദ്ധി? അതൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാ മോഹനേഷ് സാർ എന്നെ ഒന്ന് അഭിനന്ദിച്ച്. സാർ ഒരു നന്ദിയും പറഞ്ഞു. എന്തിന്? അതൊക്കെ ഉണ്ട് പ്രൊഫസറേ. ഹലോ. മോഹനേട്ട, ഞാനാ. എന്താ? എന്തായാലും മോഹനേട്ട നാളെ പോവല്ലേ? ഞാനാണെങ്കിൽ വരുന്ന 3 ദിവസത്തേക്ക് ലീവാണെന്ന് സദാനന്ദ സാറിനോട് വിദ്യാലക്ഷ്മിയോട് പറഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. എന്താ? 11:30 ബസ്സിൽ പോയാൽ ഒരു 3-3:30 ആകുമ്പോഴേക്കും എനിക്ക് വീട്ടിലെത്താം. 2 ദിവസം വീട്ടിൽ നിന്നിട്ട് മോഹനേട്ട വരുമ്പോഴേക്കും ഞാനും വരാം. അത് ശരിയാവില്ല. അതേ ശരിയാവുള്ളൂ മോഹനേട്ട. എനിക്കിനി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇന്ന് ചെല്ലൂന്ന് ഞാൻ അമ്മയെ വിളിച്ച് പറയുകയും ചെയ്തു. അത് നടക്കില്ല. അതെന്താ നടക്കാത്തത്? ഞാൻ പോകുന്നു പറഞ്ഞ പോവും മോഹനേട്ട. എന്തായാലും മോഹനേട്ട തിരുവനന്തപുരത്ത് പോവില്ലേ? പിന്നെന്താ? അല്ല, ഞാൻ പറയട്ടെ മാമേ. മോഹനേട്ട ഇനി ഒന്നും പറയണ്ട. 11:30 ബസ്സിന് ഞാൻ പോവും. മോഹനേട്ടന് കഴിക്കാനുള്ള അത്താഴം അടുക്കളയിലുണ്ട്. അന്ന് ചൂടാക്കി കഴിച്ചാൽ മതി. നാളെ രാവിലത്തെ കാപ്പി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടന്ന് കഴിക്കേ. 10 മണിക്ക് എന്തായാലും മോഹനേട്ട പോവുമല്ലോ. പക്ഷെ അതൊന്നും പറ്റില്ല. അതേ പറ്റുള്ളൂ മോഹനേട്ട. ഹലോ, ഹലോ. ഈശ്വര. സാറ് 10 കഴിഞ്ഞല്ലേ താലൂക്ക് ഓഫീസിൽ പോകുമെന്ന് പറഞ്ഞ്? മണി 10 കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ പോകുന്നത് താലൂക്ക് ഓഫീസിലേക്കല്ല. പിന്നെ അത് ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. ഇന്നലെ ഉപദേശിച്ച പോലത്തെ ബുദ്ധിനെ ഉപദേശിക്കാൻ വന്ന ശിശുപാലൻ വിവരം അറിയാം. എന്താ സാർ പ്രശ്നം? പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഭാര്യ ബുദ്ധിമാൻ വന്നിരിക്കുന്നു. അതെന്താ ശിശുപാലൻ ചേട്ടാ? നേരത്തെ സാർ നന്ദി പറഞ്ഞു എന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ പറഞ്ഞ എന്താ? എനിക്ക് മനസ്സിലായില്ല. ശിശുപാലൻ ചേട്ടൻ സാറിന് എന്ത് ബുദ്ധിയാ പറഞ്ഞു കൊടുത്തത്? എന്തായാലും ആ ബുദ്ധി ഏറ്റില്ല എന്ന് ഉറപ്പാ. സാറിപ്പോ എങ്ങോട്ടായിരിക്കും പോയത്?
ബാമേ, ആരോട് ചേർന്ന് നീ വീട്ടിൽ പോന്നെ? മോഹനോട് ഞാൻ ചോദിച്ചതാണല്ലോ. ഫോണിൽ സംസാരിച്ച മോഹനോട് തന്നെയല്ലേ? ഫോണിൽ സംസാരിച്ചായിരുന്നു തന്നെ. പക്ഷെ നീ വീട്ടിൽ പോകാൻ പറ്റില്ല. ശേ, അതെന്ത് ന്യായ മോഹനട്ടാ? മോഹനേട്ടന്റെ കാര്യം നോക്കി നാളെ തിരുവനന്തപുരത്തിന് പോവില്ലേ? 2 ദിവസം കഴിഞ്ഞ് തിരിച്ചും വരുള്ളൂ. എന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് മോഹനേട്ടൻ അത് കേട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ വീട്ടിൽ പോകുന്നില്ല, എന്താ കുഴപ്പം? എനിക്കാണ് 3 ദിവസം കോടതി കേസുമില്ല. മോഹനേട്ടനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഓർത്ത് ഞാൻ ലീവ് എടുത്തതാ. നിന്നെ കൊണ്ടുപോകില്ല, ആരാ പറഞ്ഞ? നിന്നെ കൊണ്ടുപോകും. കൊണ്ടുപോകാൻ പറ്റില്ലെന്നല്ലേ മോഹനേട്ടൻ പറഞ്ഞത്? വെറുതെ പറഞ്ഞ. സത്യത്തിൽ നാളെ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചതാ. പക്ഷെ മോഹനേട്ട, അവിടെ നമ്മൾ താമസിക്കേണ്ടത് മോഹനേട്ടന്റെ കൂട്ടുകാരന്റെ വീട്ടിലല്ലേ? നമ്മളെ രണ്ടുപേരും കൂടി ചെന്നാ അവരെന്ത് കരുതും? അവരൊന്നും കരുതില്ല. നിന്നെയും കൊണ്ട് ചെല്ലാവുന്ന സതീശന്റെ ഭാര്യ പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ടെന്താ അത് നേരത്തെ പറയാതിരുന്നത്? അതിന് നീ ചോദിക്കുമ്പോ കൊണ്ടുപോയില്ലാന്ന് പറഞ്ഞിട്ട് അവസാനം നീ കൂടെ പോന്നോളൂ എന്ന് പറയുമ്പോ എന്നൊരു വില ഉണ്ടാവും പറഞ്ഞപ്പോ ആര് പറഞ്ഞപ്പോ? ശിശുപാലേ. എന്നാലും അത് വലിയ കഷ്ടായി പോയല്ലോ മോനട്ടാ. ചെല്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ വലിയ സന്തോഷത്തിലിരിക്കപ്പോ. ഇനി ചെല്ലില്ല എന്ന് പറഞ്ഞ അമ്മ എന്താ കരുതുക? അമ്മ നേരെ നമ്മ രണ്ടുപേരും കൂടി തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞാൽ മതി. അത് മര്യാദയാണോ മോനേട്ടാ? അമ്മയ്ക്കത് സങ്കടാവും. ഒരു കാര്യം ചെയ്യും, മോഹനയുടെ തിരുവനന്തപുരത്തിന് പൊയ്ക്കോ, ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കോളാം. അത് ശരിയാവില്ല. അതെന്തോ ശരിയാവാത്തത്? അതിപ്പോ എനിക്ക് നീല 2 ദിവസം കഴിയുമ്പോൾ ആകെ ശ്വാസം മുട്ടും. കല്യാണം കഴിഞ്ഞതുവരെ നമ്മൾ പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ. എന്നെ കാണാണ്ടിരിക്കുമ്പോ അത്രയ്ക്ക് വിഷമിനുണ്ടാവുമായിരിക്കോ? കൊള്ള വില്ലേജ് ഓഫീസറായി ഞാനൊരു വീട്ടിലും പോകുന്നില്ല. അമ്മയെ വിളിച്ചിട്ടുമില്ല. ഈ ബാഗിൽ എടുത്തു വെക്കുന്നത് നമുക്ക് നാളെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളാ. ഇങ്ങനെ കണ്ണു തോർപ്പിച്ച് നോക്കണ്ട. മോഹനയുടെ നടവകി എനിക്ക് മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലായപ്പോഴാണല്ലോ ഞാൻ ഫോൺ വിളിച്ച് വരട്ടിയത്. നിനക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് എങ്ങനെയാണെന്ന് പറ. ഉത്തമൻ പറഞ്ഞു തന്നു. അയ്യോ, ഇനി അതിന്റെ പേരിൽ ഉത്തമനോട് വഴക്കിന് പോലെ. ഉത്തമനൊരു പാവമല്ലേ? എന്നാലും ഫോൺ വിളിച്ച പാടെ മോഹനേട്ടൻ ഇങ്ങോട്ട് പറന്നു വരുന്നത് ഞാൻ കരുതിയില്ല. ഇങ്ങോട്ട് വിളിച്ചു നോക്കി, പക്ഷെ ഫോൺ കിട്ടിയില്ല. ഫോൺ ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ഞാൻ മൊബൈലിൽ വിളിച്ചായിരുന്നു, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. എന്നെ രാവിലെ കുറെ വട്ടം കുറക്കിയതല്ലേ, കുറച്ചു നേരം ടെൻഷൻ അടിക്കട്ടെ ഞാൻ കരുതി. അത്രേ ഉള്ളൂ. മോഹനേട്ടൻ എന്നെ പറ്റിച്ചു, ഞാൻ കുഞ്ഞിനായിട്ട് തിരിച്ചു പറ്റിച്ചു. അത് തീർന്നു. ഇങ്ങനെ എന്നാ മതി, താലൂക്ക് പോണ്ടേ? ഭാര്യയുടെ സ്നേഹവും ബഹുമാനവും പറ്റാനുള്ള പൊടിക്കൈകൾ കാണിക്കാത്ത ഭർത്താക്കന്മാരില്ല. പക്ഷേ എല്ലാ വിദ്യകളും എപ്പോഴും ഫലിക്കണമെന്നില്ല എന്നതാണ് കഷ്ടം. മോഹനകൃഷ്ണന്റെ കുറുക്ക് വഴി ലക്ഷ്യം കണ്ടില്ലെങ്കിലും ഇവർ രണ്ടുപേരും ചേർന്നുള്ള തിരുവനന്തപുരം യാത്ര തീരുമാനമായ നിലയ്ക്ക് ആ യാത്ര പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം.